ഡൈനിങ് ടേബിൾ ഒരു യുദ്ധക്കളമാകുന്നു. മൊബൈലിൽ വീഡിയോ പ്ലേ ചെയ്യുന്നു, കയ്യിൽ പ്ലേറ്റും അതിൽ കുഴച്ച ഭക്ഷണവുമായി കുഴങ്ങി നിൽക്കുന്ന അമ്മയും അച്ഛനും. എന്തു വന്നാലും വാ തുറക്കില്ല എന്ന് ശപഥം ചെയ്ത കുഞ്ഞു. കൊച്ചു കുട്ടികളുള്ള രക്ഷിതാക്കൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. കുട്ടി ഈ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ, ഈ ഭക്ഷണങ്ങൾ തൊട്ടുപോലും നോക്കില്ല എന്നൊക്കെ പരാതി പറയുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടത്തിലെ ഒരു സ്വാഭാവികമായ കാര്യമാകും ഇത്. അപൂർവം ചിലരിലെങ്കിലും ഇത് നിയോഫോബിയ എന്ന കണ്ടീഷനാകും. പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നതിൽ ഉള്ള ഭയമാണ് ഇത്. പ്രത്യേക ടേസ്റ്റിനോടും ടെക്സ്ചറിനോടും അവർ സെൻസിറ്റീവ് ആകുന്നതും ആകാം. ആരോഗ്യകരമായ ശീലങ്ങളിലൂടെ ഇത് നമുക്ക് നിയന്ത്രിക്കാം. ഹെൽത്തി ആയ ഓപ്ഷൻസിൽ നിന്നും കുട്ടിക്ക് ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് നൽകാം. പാചക സമയത്ത് അവരെ കൂടി പങ്കെടുപ്പിക്കുന്നത് അവരിൽ കൗതുകവും താല്പര്യവും വളർത്തും. ഭക്ഷണ സമയം പോസിറ്റീവായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ടിവിയിലോ മൊബൈലിലോ ശ്രദ്ധ തിരിക്കാതെ ഫാമിലി കണക്ഷൻസിലും സംസാരത്തിലും ശ്രദ്ധ കൊടുക്കുക. മുഴുവൻ ഫിനിഷ് ചെയ്യാൻ അവരെ വഴക്ക് പറയുന്നതിന് പകരം ഭക്ഷണ സമയത്ത് ചെയ്യാവുന്ന നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക. എന്തെങ്കിലും കഴിച്ചു എന്ന് ഉറപ്പുവരുത്താനായി അൺഹെൽത്തി ആയ ഭക്ഷണം കൊടുക്കാതിരിക്കുക. കുട്ടി ഒന്നും കഴിക്കുന്നില്ല എന്ന പേടിയിൽ വിശപ്പിനായുള്ള മരുന്ന് കൊടുക്കുന്നത് അശാസ്ത്രീയമാണ്. കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്ന തരത്തിൽ ഭക്ഷണത്തോട് വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. പൊതുവെ ഓടിച്ചാടി കളിക്കുന്ന, നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ രക്ഷിതാക്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല എന്നതൊരു പ്രശ്നമേ അല്ല. ആദ്യം ആരോഗ്യം.